ഗുഡ് മോർണിംഗ്. ഇന്ന് 3 പേരും ഒരുപോലെ നേരം വൈകിയൊരു ദിവസമാണ് കേട്ടോ എണീക്കാനായിട്ട്. അപ്പം ഞാൻ തന്നെ കുളിച്ച് വിളക്ക് കത്തിച്ച് നേരെ കിച്ചണിലേക്ക് കയറി. പിന്നെ ചടപടച്ചിട്ടുള്ള പണികളായിരുന്നു കേട്ടോ. ഇന്ന് പൂക്കൾ പൊട്ടിക്കാനായിട്ട് പോയിട്ടില്ല. കാരണം ഇന്നലെ ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ കുന്നംകുളത്തുനിന്ന് മേടിച്ചു വിട്ടു 50 രൂപയ്ക്ക് പൂവ്. അത്യാവശ്യത്തിന് കിട്ടി. 2 തവണയായിട്ട് ഇടാനുള്ള പൂവ് ഉണ്ടാവും. ഇനിയിപ്പോൾ ചീയക്കുട്ടി ഇടണതിനനുസരിച്ചിരിക്കും കേട്ടോ. 2 ദിവസത്തേക്കുണ്ടോ 1 ദിവസത്തേക്കാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ചീയക്കുട്ടി പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഉപ്പേരി വെക്കുന്നത് കടച്ചക്കയാണ് കേട്ടോ. കടച്ചക്ക ഞാൻ കുളിക്കാൻ പോണേങ്ങാട്ടും മുന്നേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുക. അത്രേ ഉള്ളൂ. സാധാരണ എല്ലാവരും ഉപ്പേരി വെക്കണ പോലൊക്കെ തന്നെ കേട്ടോ. ഇനി ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് എങ്ങനെയും ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളിങ്ങനെ ചെയ്യും. അതുപോലെ മിളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിക്കും. അങ്ങനെയും ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. മെഴുക്കുരട്ടി എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് കഴിക്കാൻ ദോശയാണ് ചായക്ക്. അപ്പം അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇത് ചൂനിമുളകാണ് കേട്ടോ. 2 തരം ചൂനിമുളകുണ്ട്. ഇത് വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. നാത്തൂൻ ഷോപ്പിലേക്ക് വരുന്ന വഴിയിൽ നമുക്കത് ഷോപ്പിൽ കയറി തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കണത്. അതിലേക്കാണ് ഇപ്പോൾ 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കും. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിക്കുക കേട്ടോ. പിന്നെ അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇളക്കി കൊടുക്കണ കയ്യിലുകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പേസ്റ്റ് പോലെ ഇട്ട് വരും കേട്ടോ. അപ്പം അത് ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഒപ്പം ഞാൻ ചോറ് വറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ഒപ്പം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം സമയം അത്യാവശ്യത്തിനായി. ഇന്നാണെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ. ഇപ്പം നമുക്ക് അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൂക്കളം ഇതാണ് കേട്ടോ. ചെറിയ പൂക്കളം തന്നെയാണ് ചീയക്കൂട്ടിയിട്ടുള്ളത്. അവർക്ക് ഞാൻ വേഗം ചായ കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ഒന്ന് അടക്കി പറക്കി ഒതുക്കി വെച്ച് വന്നിട്ട് ഞാനും ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഓണം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.